കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചുലയ്ക്കുന്നു കേരള സർവകലാശാലയിൽ ഗവർണറും വിസിയും ഒരു തട്ടിലും സിൻഡിക്കേറ്റും രജിസ്ട്രാറും മറുതട്ടിലുമായി തുടരുന്ന പോരാട്ടം. അക്ഷരാർത്ഥത്തിൽ ഫയൽ സ്തംഭനമാണ് സർവകലാശാലയിൽ. പലതും ഗൗരവമേറിയ അക്കാദമിക താൽപ്പര്യങ്ങളുള്ളത്. അതിനിടയിലാണ് ഗവർണർക്ക് പ്രഹരമേൽപ്പിച്ച് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് സർക്കാർ വാദം ശരിവയ്ക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ചാൻസലറായ ഗവർണർക്ക് നിയമനാധികാരമെന്ന വാദം പൊളിഞ്ഞു. സർക്കാർ പാനലിന് നിയമസാധുത വന്നു. ഇനിയെങ്കിലും ഗവർണർ പാഠം പഠിക്കുമോ? വിദ്യാർത്ഥികളുടെ താൽപ്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന വിധിയിൽ ചാൻസലറും സർക്കാരും ഒരുമിച്ച് നീങ്ങുമോ? അതോ കേരളത്തെ കാവ്യണിയിക്കാനുള്ള നീക്കങ്ങളുമായി ഭാരതാംബയെ മുൻനിർത്തി ഉന്നത വിദ്യാഭ്യാസത്തെയും പാദപൂജയെ മുൻനിർത്തി പൊതുവിദ്യാഭ്യാസത്തെയും കുളമാക്കാനാണോ നീക്കം? സമയമാറ്റം ആവശ്യപ്പെട്ട് മുസ്ലിം സംഘടനകളും കീമിൽ മുന്നൊരുക്കമില്ലാത്ത നീക്കത്തോടെ സർക്കാരും വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ കുളം തോണ്ടുന്ന കളികളോ എന്നാണ് ചോദ്യം.